സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നെറ്റ്വർക്ക് പ്രോഗ്രാമിംഗ് ലാബിലെ എക്സ്പെരിമെൻറ്റ് നമ്പർ 2 ആണ്. ഓക്കെ, ഫെമിലിയറൈസേഷൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് പ്രോഗ്രാംസ് റിലേറ്റഡ് ടു പ്രോസസ് ആൻഡ് ത്രെഡ്. സോ എന്താണ് പ്രോസസ് എന്ന് പറയുന്നത്? എ പ്രോഗ്രാം അണ്ടർ എക്സിക്യൂഷനാണ് നമ്മൾ പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ആൻ ആക്റ്റീവ് പ്രോഗ്രാം, അതിനെയാണ് നമ്മൾ പ്രോസസ് എന്ന് പറയുന്നത്. സോ എ പ്രോസസ് ഈസ് ആൻ ആക്റ്റീവ് എൻറ്റിറ്റി which has a text section which contains the program code and a data section which contains global variable and a heap that is dynamically allocated during process runtime and a process stack which contains temporary data. Okay, so a process is created when an executable program is loaded into memory. Okay, so ഒരു program memory ലോട്ട് ലോഡ് ചെയ്യുമ്പോഴാണ് ഒരു process അവിടെ ക്രിയേറ്റ് ആവുന്നത്. And two or more processes can be associated with the same program, and even though they may share the same text section and they have different stack, data and heap sections. Okay, so process എന്ന് വെച്ചാൽ എന്താണ്? എ പ്രോഗ്രാം അണ്ടർ എക്സിക്യൂഷനാണ് നമ്മൾ പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ ഒരു പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ നമ്മളത് പല പ്രോസസ്സുകളായിട്ടാണ് എക്സിക്യൂഷൻ നടക്കുന്നത്. ഓക്കെ, സോ ഒരു പ്രോഗ്രാം മെമ്മറിയിലോട്ട് ലോഡ് ചെയ്യുമ്പോഴാണ് ഒരു പ്രോസസ്സ് ക്രിയേറ്റ് ആകുന്നത്. ഒരു പ്രോഗ്രാമിന് തന്നെ ഒന്നിലധികം പ്രോസസ്സുകൾ ഉണ്ടാവും. നെക്സ്റ്റ് നോക്കുന്നത് ത്രെഡ്സ് എന്താണെന്നാണ്. സോ ത്രെഡ്സ് എന്ന് വെച്ചാൽ എന്താണ്? എ ത്രെഡ് ഈസ് എ ലൈറ്റ് വെയ്റ്റ് പ്രോസസ് ദാറ്റ് ക്യാൻ ബി മാനേജ്ഡ് ഇൻഡിപെൻഡൻ്റ്ലി ബൈ എ ഷെഡ്യൂളർ. ഓക്കെ, സോ വി ക്യാൻ സേ ദാറ്റ് എ ത്രെഡ് ഈസ് എ ബേസിക് യൂണിറ്റ് ഓഫ് CPU യൂട്ടിലൈസേഷൻ. CPU യൂട്ടിലൈസേഷൻ്റെ ഒരു ബേസിക് യൂണിറ്റ് ആണ് ത്രെഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് എൻ ID, രജിസ്റ്റർ സെറ്റ് ആൻഡ് എ സ്റ്റാക്ക്. ഓക്കെ, so normally a process has a single thread control. However, the process can have multiple threads of control which will allow them to perform more than one task at a time. So ഈ ത്രെഡ്സിനെ ക്രിയേറ്റ് ചെയ്യാനും മാനേജ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് ത്രെഡ് ലൈബ്രറീസ് യൂസ് ചെയ്യുന്നുണ്ട്. സോ ത്രെഡ് ലൈബ്രറീസ് പ്രൊവൈഡ് യൂസേഴ്സ് വിത്ത് എൻ API ഫോർ ക്രിയേറ്റിംഗ് ആൻഡ് മാനേജിങ് ത്രെഡ്സ്. ഓക്കെ, സോ അതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ത്രെഡ് ലൈബ്രറി ആണ് POSIX ത്രെഡ്സ് എന്ന് പറയുന്നത്. So the POSIX standard gives a specification for thread creation and its behavior, and the operating system, mostly Unix type systems, implement these standards in different ways. So നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം നോക്കാം. സോ ഈ പ്രോഗ്രാം നിങ്ങൾ ചെയ്യേണ്ടതാണ്. സോ നോക്കാം. ഫസ്റ്റ് നമ്മൾ ഹെഡർ ഫയൽസ് എല്ലാം കൊടുത്തു. നെക്സ്റ്റ് എന്താണ്? മെയിൻ ഫംഗ്ഷൻ നോക്കാം. ഇൻറ്റു മെയിൻ ഓഫ് ഇൻറ്റ് ARGC, ക്യാരക്ടർ സ്റ്റാർ ARGV. സോ ഇവിടെ എന്താണ്? മെയിൻ ഫംഗ്ഷനിൽ നമ്മൾ കമാൻഡ് ലൈൻ ആർഗ്യുമെൻ്റ് ആയിട്ടാണ് വാല്യൂസ് പാസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ എന്ത് ചെയ്തു? PID പറയുന്നൊരു ഇൻറ്റിജർ വേരിയബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, PID എന്ന ഇൻറ്റിജർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് അതിലോട്ട് നമ്മൾ ഫോർക്ക് സിസ്റ്റം കോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇനി എന്ത് ചെയ്യും? ഈ PIDൻ്റെ വാല്യൂ, PIDയിൽ വരുന്ന വാല്യൂ എന്ന് പറയുന്നത് 0 ആണെങ്കിൽ എന്താണ്? അത് ചൈൽഡ് പ്രോസസ്സാണ്. 0 അല്ലെങ്കിൽ അത് പാരൻറ്റ് പ്രോസസ്സാണ്. ഓക്കെ, സോ PID വാല്യൂ 0 ആണെങ്കിൽ നമ്മൾ ഇവിടെ നോക്കാം. പ്രോഗ്രാം 2 എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാമിനെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, PID വാല്യൂ 0 എന്ന് വെച്ചാൽ അത് ചൈൽഡ് പ്രോസസ്സ് ആണെങ്കിൽ നമ്മൾ പ്രോഗ്രാം 2 പറയുന്ന ആ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യും. EXECV പറയുന്ന സിസ്റ്റം കോൾ യൂസ് ചെയ്തിട്ട്, ഈ സിസ്റ്റം കോൾ നമ്മൾ പ്രീവിയസ് എക്സ്പെരിമെൻറ്റിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ പ്രീവിയസ് എക്സ്പെരിമെൻറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സോ ഈ സിസ്റ്റം കോൾ യൂസ് ചെയ്തിട്ട് പ്രോഗ്രാം 2 എന്ന് പറയുന്ന പ്രോഗ്രാമാണ് അവിടെ എക്സിക്യൂട്ട് ആവുന്നത്. ഓക്കെ, ചൈൽഡ് പ്രോസസ്സ് ആണെങ്കിൽ എന്ത് ചെയ്യും? ഈ പ്രോഗ്രാം 2ൻ്റെ പാത്ത് നമ്മൾ കൊടുക്കും. ഈ പ്രോഗ്രാം 2 എക്സിക്യൂട്ട് ആവും. സോ പാരൻറ്റ് പ്രോസസ്സ് ആണെങ്കിൽ എന്താണ്? അത് വെയിറ്റ് ചെയ്യും. ചൈൽഡ് പ്രോസസ്സിൻ്റെ എല്ലാ എക്സിക്യൂഷനും കംപ്ലീറ്റ് ആയി അത് ടെർമിനേറ്റ് ആവുന്നവരെ പാരൻറ്റ് പ്രോസസ്സ് എന്ത് ചെയ്യും? വെയിറ്റ് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് സിസ്റ്റം കോൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇനി ഈ പ്രോഗ്രാം 2ൽ എന്താ ഉള്ളത് നോക്കാം. സോ പ്രോഗ്രാം 2ൽ എന്താണ്? അത് ജസ്റ്റ് രണ്ട് വാല്യൂസിന് സം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്. സോ ഇവിടെ എന്താണ് കൊടുത്തിരിക്കുന്നത്? ഇവിടെ നമ്മൾ ഹെഡർ ഫയൽസ് കൊടുത്തു. ദെൻ ഇവിടെ എന്താണ്? ഇവിടെയും കമാൻഡ് ലൈൻ ആർഗ്യുമെൻറ്റ്സ് ആയിട്ടാണ് വാല്യൂസ് എടുക്കുന്നത്. ദെൻ നമ്മൾ എന്ത് ചെയ്തു? A, B, സം എന്ന് പറയുന്ന ഇൻറ്റിജർ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തു. ദെൻ എന്താണ്? ഈ ഫംഗ്ഷൻ ഇവിടെ എൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ATOI എന്ന് ഉദ്ദേശിച്ചത് ആസ്കി ടു ഇൻറ്റിജർ വാല്യൂ എന്നാണ്. സോ ഈ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇൻറ്റിജർ ആയിട്ട് നമുക്ക് വാല്യൂസിനെ കൺവേർട്ട് ചെയ്യാം. ഓക്കെ, സോ എന്ത് ചെയ്യുന്നു? ATOI ഓഫ് ARGV ഓഫ് 1 ആൻഡ് ATOI ഓഫ് ARGV ഓഫ് 2. ATOI എന്ന് വെച്ചാൽ എന്താണ്? ആസ്കി ടു ഇൻറ്റിജർ വാല്യൂ ആണ്. ഫംഗ്ഷൻ യൂസ് ചെയ്ത് ഇൻറ്റിജർ വാല്യൂ ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, സോ എന്നിട്ട് നമ്മൾ ആ വാല്യൂവിനെ എയിലോട്ടും ബിയിലോട്ടും കൊടുക്കുന്നു. എന്നിട്ട് അതിൻ്റെ സമ്മ് കണ്ടുപിടിക്കുന്നു. ആ സമ്മ് പ്രിൻറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ ഈ പ്രോഗ്രാമാണ് നിങ്ങൾ ചെയ്യേണ്ടത്.
ഓക്കെ, സോ ഇതിൻ്റെ നിങ്ങൾ കമ്പൈൽ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. GCC -o program 2 space program 2.c then GCC -o experiment 2 space experiment 2.c. സോ ദെൻ എന്ത് ചെയ്യുക, ./experiment2 നിങ്ങൾക്ക് സം ചെയ്യേണ്ട 2 വാല്യൂസ് കൊടുക്കുക. സോ റിസൾട്ട് ഇപ്പം 3, 4 കൊടുത്തു കഴിഞ്ഞാൽ റിസൾട്ട് 7 എന്നും പറഞ്ഞ് കിട്ടും. ഓക്കെ, സോ GCC -o കൊടുത്ത എന്തിനാണെന്ന് വെച്ചാൽ ആ പ്രോഗ്രാം 2 കമ്പൈൽ ചെയ്തിട്ട് ആ എക്സിക്യൂട്ടബിൾ ഫയൽ ആ പ്രോഗ്രാം 2 എന്ന് പറയുന്ന ആ ഒരു നെയിമിൽ തന്നെ വരണം. അതിന് വേണ്ടിയിട്ടാണ് GCC -o എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് നിങ്ങളെ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ത്രെഡിൻ്റെ പ്രോഗ്രാമാണ്. സോ ത്രെഡിൻ്റെ ഒരു pthread ബേസിക് ഫംഗ്ഷൻ്റെ പ്രോഗ്രാം നോക്കാം. സോ ഫസ്റ്റ് നമ്മൾ ഹെഡർ ഫയൽസ് കൊടുത്തു. ദെൻ എന്ത് ചെയ്യുന്നു, ഈ ഫംഗ്ഷൻ എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്, ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ബേസിക് C ഫംഗ്ഷൻ ദാറ്റ് ഈസ് എക്സിക്യൂട്ടഡ് ആസ് ദ ത്രെഡ്. ഓക്കെ, സോ വെൻ its name is specified in the pthread create, it is this function that is executed as the thread. സോ നമ്മൾ മെയിൻ ഫംഗ്ഷൻ നോക്കാം. സോ മെയിൻ ഫംഗ്ഷനിൽ ഫസ്റ്റ് എന്താ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാണ്. ത്രെഡ് ID പറയുന്ന വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു വിച്ച് ഈസ് ഓഫ് ടൈപ്പ് ഓഫ് pthread t. സോ വിച്ച് ഈസ് എൻ ഇൻറ്റിജർ ദാറ്റ് ഈസ് യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ ദി ത്രെഡ് ഇൻ ദ സിസ്റ്റം. ഓക്കെ, സോ ഈ വേരിയബിൾ ഡിക്ലെയർ ചെയ്തതിന് ശേഷം നമ്മൾ ബിഫോർ ത്രെഡ് എന്ന് പ്രിൻറ്റ് ചെയ്തു. ദെൻ എന്താണ്, pthread ക്രിയേറ്റ് പറഞ്ഞിട്ട് ത്രെഡിനെ ക്രിയേറ്റ് ചെയ്യേണ്ട ഫംഗ്ഷനാണ് അടുത്തത് കോൾ ചെയ്യുന്നത്. സോ ത്രെഡിനെ ക്രിയേറ്റ് ചെയ്യേണ്ട ഫംഗ്ഷനിൽ മെയിനായിട്ട് 4 ആർഗ്യുമെൻ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ആർഗ്യുമെൻ്റ് എന്ന് വെച്ചാൽ നമ്മളെ പോയിൻ്റർ ടു ദ ത്രെഡ് ID, അതാണ് ഫസ്റ്റ് ആർഗ്യുമെൻറ്റ്. ആൻഡ് നെക്സ്റ്റ് പറഞ്ഞത് സെക്കൻഡ് ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞത് specifies the attribute. ഓക്കെ, null ആണെങ്കിൽ then the default attribute shall be used. and third argument പറയുന്നത് the name of the functions to be executed for thread to be created. ഓക്കെ, സോ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യേണ്ട ഫംഗ്ഷൻ്റെ നെയിം ആണ് കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ ഈ ഫംഗ്ഷനാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, mythread ഫംഗ്ഷൻ. ആൻഡ് ഫോർത്ത് ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് ഈസ് യൂസ്ഡ് ടു പാസ് ആർഗ്യുമെൻറ്റ് ടു ദി ഫംഗ്ഷൻ mythread ഫംഗ്. ഓക്കെ, ഈ ഫംഗ്ഷനിലോട്ട് ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഫോർത്ത് ആർഗ്യുമെൻറ്റ് പറയുന്നത്. ഓക്കെ, ദെൻ നമ്മൾ pthread join കൊടുക്കുന്നു. pthread join ഫംഗ്ഷൻ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് ഈക്വലൻറ്റ് ടു ദ വെയിറ്റ് ഫംഗ്ഷൻ ഇൻ ദ പ്രോസസ്സ്. ഓക്കെ, പ്രോസസ്സിൻ്റെ കേസിലെ വെയിറ്റ് എന്ന് പറയുന്ന സിസ്റ്റം കോളിന് ഇക്വലൻ്റ് ആണ്. എ കോൾ ടു ബി pthread join ബ്ലോക്സ് ദ കോളിംഗ് ത്രെഡ് until the thread with identifier is equal to the first argument terminates. Okay, and after that we print after thread.